ഞങ്ങൾ നിനക്കായി വരനെ അന്വേഷിക്കുകയാണ്. നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നീ ആരെയെങ്കിലും പ്രണയിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, അയാളെ തന്നെ വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. ഇതിന് സ്മിത, ഇല്ലില്ല, ഞാൻ അങ്ങനെ ആരെയും പ്രണയിക്കുന്നില്ല. എന്നെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു വരനെ അന്വേഷിക്കാം. ഇങ്ങനെ സ്മിത ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു. 2005 മെയ് മാസത്തിൽ സ്മിത, ആന്റണി രണ്ടുപേരും കേരളത്തിൽ വെച്ച് തന്നെ വളരെ ഗംഭീരമായി വിവാഹം കഴിച്ചു. 2005 സെപ്റ്റംബർ മാസത്തിൽ ഈ വിസ റെഡിയായി. സ്മിത ഭർത്താവിനെ കാണാനായി ദുബായിലേക്ക് പോകുന്നു. 1000 സ്വപ്നങ്ങളോടുകൂടി, 1000 സന്തോഷങ്ങളുമായി, കുടുംബജീവിതത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളുമായി സ്മിത ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങി. ആന്റണി ദുബായിലെ ഇന്ത്യൻ എംബസിയിലേക്ക് പോകുന്നു. ഇങ്ങനെ അയാൾ കയ്യിലുണ്ടായിരുന്ന കവറിനുള്ളിലെ ഒരു ലെറ്റർ എടുത്ത് കാണിച്ചു. അതിൽ ഒറ്റ ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. കേസ് എല്ലാം ഫയൽ ചെയ്ത് കോടതിയിലേക്ക് പോകാൻ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് ഈ ഒരു കേസിൽ സംഭവിച്ചത്. ഇത് സ്മിത കേസിന്റെ 2ാം ഭാഗം. ഈ കേസിനെ കുറിച്ച് പൂർണ്ണമായും നിങ്ങൾക്കൊരു അറിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 1ാം ഭാഗം കാണുക. 1ാം ഭാഗം കണ്ടതിന് ശേഷം ഈ 2ാം ഭാഗം കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ സ്മിത, ആന്റണി രണ്ടുപേരുടേതും ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം സ്മിതയെ ഭർത്താവ് ദുബായിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ ചെന്ന 3ാം ദിവസത്തിൽ തന്നെ സ്മിത മിസ്സായി. പോലീസിൽ അയാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അന്വേഷണം ആരംഭിച്ചു. പിന്നീട് ഈ കേസിലേക്ക് പോലീസ്, ക്രൈം ബ്രാഞ്ച്, അവസാനം CBI എത്തുന്നു. എന്നാൽ സ്മിതയെക്കുറിച്ചുള്ള യാതൊരു വിവരവും തെളിവും ലഭിച്ചില്ല. പല ഘട്ട അന്വേഷണങ്ങൾക്ക് ശേഷം പോലീസിന് ആന്റണിയെ സംശയം തോന്നി. തുടർന്ന് ആന്റണിയുടെ ഈ ഒരു കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ ഒരു കേസിൽ 1ാം ഭാഗത്തിൽ ഞാൻ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ജോൺസൺ എന്ന വ്യക്തി. ഈ ജോൺസൺ കാണാതായ സ്മിതയുടെ കസിനാണ്. ഇയാളും ദുബായിലാണ് താമസിക്കുന്നത്. ഇയാളാണ് സ്മിത എഴുതി എന്ന് പറയപ്പെടുന്ന ഈ ഒരു കത്ത് ഭർത്താവായ ആന്റണിയിൽ നിന്ന് വാങ്ങി അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തത്. ഇപ്പോൾ ആ വ്യക്തി CBIക്ക് ഒരു മൊഴി നൽകുന്നു. സർ, വർഷങ്ങളായി ഞാനൊരു കാര്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെയും വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയ CBIക്ക് ഇദ്ദേഹം നൽകാൻ പോകുന്ന ഈ ഒരു കുറ്റസമ്മതം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെ മാറി. ഇപ്പൊ ജോൺസൺ പറഞ്ഞത്, സർ, സ്മിത വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെ കാണാനായി ദുബായിലേക്ക് വന്നു. സെപ്റ്റംബർ മാസം 1ാം തീയതി വന്നിരുന്നു. ഞാൻ ആ സമയം ദുബായിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ആന്റണി ഇതിനകം തന്നെ അവർക്ക് താമസിക്കേണ്ട വീടൊക്കെ നോക്കി. ഇപ്പൊ ആ വീടിനുള്ളിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരിയുടെ പേര് ദേവയാനി. അവൾക്ക് പല പേരുകളുണ്ട്. ദേവയാനി, ചിലർ ആനി എന്ന് പറയുന്നു, മേരി എന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ ദേവയാനി എന്നാണ് അവളുടെ പേര്. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ. പക്ഷെ അവർക്കിടയിൽ എന്തോ ഒരു തരത്തിലുള്ള ബന്ധമുണ്ടെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഈ ജോൺസൺ പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് സെപ്റ്റംബർ മാസം 1ാം തീയതി ഇവർ ദുബായിലേക്ക് വന്നിറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ വീടിനുള്ളിൽ ദേവയാനി എന്ന ഒരു സ്ത്രീ വേലക്കാരിയെ കാണുന്നു. ആ സ്ത്രീക്കും സ്വന്തം ഭർത്താവിനും ഇടയിലുള്ള ബന്ധം 1-2 ദിവസത്തിൽ തന്നെ സ്മിത അറിയുന്നു. അങ്ങനെ സെപ്റ്റംബർ മാസം 3ാം തീയതി അന്ന് സംഭവിച്ചത് ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടായി. ആന്റണി സ്മിതയെ താഴെ തള്ളിയിടുന്നു. ആ സമയം അവൾക്ക് തലയ്ക്ക് ഗുരുതരമായ ഒരു പരിക്കേറ്റു. ഇതെല്ലാം ദേവയാനി എന്ന സ്ത്രീ നോക്കി നിൽക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം വന്നു എന്ന് കരുതി അവളും വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് ജോൺസൺ എന്ന വ്യക്തി ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ദേവയാനിയെ കാണാൻ പോകുന്നു. നോക്ക്, ഇതിനു മുൻപ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇപ്പോൾ അവന്റെ വിവാഹം കഴിഞ്ഞു, മറ്റൊരു സ്ത്രീ ഇപ്പോൾ അവിടെയുണ്ട്. ഇനിയും നീ അവന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇനി നീ മാറിപ്പോകണമെന്ന രീതിയിൽ ജോൺസൺ അവളോട് പറയാൻ തുടങ്ങി. കസിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 2 പേർക്കും ഇടയിൽ ഒരു വഴക്കുണ്ടായി. ദേവയാനി ദേഷ്യം വന്ന് ജോൺസൺ എന്ന വ്യക്തി അടിച്ചു. പകരം ഇയാളും അവളെ തിരികെ തള്ളുന്നു. ഇത് അവസാനം ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ആവുകയും ഇവർ 2 പേരെയും ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചില ദിവസം അവർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് റിലീസ് ആവുകയും ചെയ്തു. ഇപ്പൊ ദേവയാനി ചിന്തിച്ചത്, പുതുതായി അവനൊരു ഭാര്യ വന്നു, ഇനി ആന്റണി അവളുടെ കൂടെ തന്നെ ജീവിക്കട്ടെ, ഈ ദുബായ് തന്നെ തനിക്ക് വേണ്ട എന്ന് കരുതി അവൾ സ്വന്തം നാടായ കേരളത്തിലേക്ക് വരുന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ സെപ്റ്റംബർ മാസം 3ാം തീയതി സ്മിതയെ കാണാതായപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു വലിയ വഴക്കുണ്ടായി. അക്രമത്തിൽ അവസാനിച്ചു. തുടർന്ന് ഭർത്താവ് അവളെ തള്ളി മാറ്റിയപ്പോൾ സ്മിതയുടെ തലയ്ക്ക് ഗുരുതരമായ ഒരു പരിക്കേറ്റു. ഇതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഇനി ആന്റണിക്കും ദേവയാനിക്കും ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവളെ തന്നെ വിളിച്ച് ചോദ്യം ചെയ്യാം. ഒരു പക്ഷേ ദേവയാനിയെ വിളിച്ച് അന്വേഷിച്ചാൽ
ഈ ഒരു കേസിൽ സ്മിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന രീതിയിൽ ഈ ജോൺസൺ എന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു പോലീസിന് കൈമാറിയത്. ഇപ്പൊ CBIക്ക് അങ്ങേയറ്റം സന്ദേശമായി. ഈ ഒരു കേസിൽ ഇത്തരമൊരു വഴിത്തിരിവ് അവർ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. അതും ദേവയാനി എന്ന ഈ സ്ത്രീ ഇപ്പോൾ കേരളത്തിൽ തന്നെയുണ്ട്. അവർക്കത് വളരെ എളുപ്പമായി മാറി. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ദേവയാനിയെ പിടികൂടി. CBI ചോദ്യം ചെയ്യാനും തുടങ്ങി. എന്നാൽ ദേവയാനി വാ തുറക്കാനേ തയ്യാറായില്ല. ഇപ്പൊ പോലീസ് ജോൺസൺ പറഞ്ഞ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവസാനം അവൾ പറഞ്ഞു, ശരിയാണ് സർ, ഞാൻ എല്ലാം പറയാം. എനിക്കും ആന്റണിക്കും ഇടയിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, സത്യമാണ്. അവന്റെ ഭാര്യ അത് കണ്ടെത്തി, അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു വഴക്കുണ്ടായി, അതും സത്യമാണ്. അവൻ ഭാര്യയെ അടിച്ചു, അതും സത്യമാണ്. പക്ഷേ ഞാൻ കാരണം ആ കുടുംബത്തിൽ ഇനി വഴക്ക് വേണ്ട എന്ന് കരുതി ഞാൻ പുറത്തേക്ക് വന്നു. എനിക്കും ജോൺസനും ഇടയിൽ അതിനുശേഷം ഒരു പ്രശ്നമുണ്ടായി, അതും സത്യമാണ്. ഞങ്ങൾ ജയിലിൽ പോയി. എന്നാൽ ആന്റണിയുടെ ജീവിതത്തിൽ തുടർന്ന് ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ തിരികെ കേരളത്തിലേക്ക് തന്നെ വന്നു. പിന്നീട് ആന്റണി സ്മിതയെ കൊന്നോ അല്ലെങ്കിൽ അവളെ അവൻ എന്തെങ്കിലും ചെയ്തോ ഈ വിവരങ്ങളൊന്നും എനിക്കറിയില്ല എന്നും ദേവയാനി പറഞ്ഞു. എത്ര തന്നെ ഇവൾ അറിയില്ല എന്ന് പറഞ്ഞാലും അവൾ മറ്റെന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നതായി പോലീസിന് തോന്നി. അടുത്ത CBI ചെയ്തത് നിരവധി പരിശോധനകൾ നടത്തി. ഒരു നുണ പരിശോധന ടെസ്റ്റ് നടത്തി, പിന്നീട് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ്, പിന്നീട് ഒരു വോയിസ് ടെസ്റ്റ് എല്ലാം എടുത്തു. ഈ ഒരു ശബ്ദ പരിശോധന എടുക്കാനായി കേരളത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി, ട്രെയിനിൽ കൊണ്ടുപോയി. ഈ യാത്രയ്ക്കിടെ അവളുടെ കൂടെ ഒരു വനിതാ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവയാനി എനിക്കൊന്ന് റെസ്റ്റ് റൂമിൽ പോകണം എന്ന് പറഞ്ഞു. പോലീസും അവളെ പോകാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ റെസ്റ്റ് റൂമിലേക്ക് പോയ ദേവയാനി മണിക്കൂറുകളായിട്ടും തിരികെ വന്നില്ല. ഇപ്പോൾ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ കുളിമുറിയുടെ വാതിൽ തകർത്ത് അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ അവൾ ബോധരഹിതയായി കിടക്കുന്നതായിരുന്നു കണ്ടത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിഷം കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഡോക്ടേഴ്സൊക്കെ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ആ കാലത്തിൽ തന്നെ അവളും മരിച്ചു. ശരിക്കും ഈ ഒരു സ്ത്രീയുടെ ആത്മഹത്യ CBIക്ക് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറി. കാരണം അവളായിരുന്നു പ്രധാനപ്പെട്ട ഒരു സാക്ഷി. തീർച്ചയായും ദേവയാനിക്ക് എന്തോ ഒരു സത്യം അറിയാം, എന്നാൽ അത് പുറത്തറിയാൻ പാടില്ല എന്നതിന് വേണ്ടി, അതൊരു പക്ഷെ തൻ്റെ അഭിമാനം നഷ്ടമാകുമോ എന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ആത്മഹത്യ ചെയ്തത് ഒന്നും അറിയില്ല. പക്ഷെ ആ സ്ത്രീയുടെ ആത്മഹത്യ ഈ കേസിൽ സ്മിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം തന്നെ സൃഷ്ടിച്ചു. ഇവയ്ക്കെല്ലാം അപ്പുറം ദുബായ് പോലീസ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് അയച്ചു. അത് മുൻപൊരു മൃതദേഹം കണ്ടെത്തി. അത് സ്മിത ആയിരിക്കാമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഫോട്ടോ നോക്കിയപ്പോൾ സ്മിതയുടെ മാതാപിതാക്കളും അത് സ്വന്തം മകളെന്നാണ് പറഞ്ഞത്. എന്നാൽ DNA മാച്ച് ആയില്ല. കൂടാതെ മൃതദേഹം 2006 മാർച്ച് മാസത്തിലാണ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവളുടെ മരണം അതൊരു സ്വാഭാവിക മരണമായിരുന്നു. അവൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് ഒരു തെളിവ് പോലും ലഭിച്ചതും ഇല്ല. ഇതൊരു കാര്യം. രണ്ടാമത്തേത്, സ്മിത കാണാതായത് 2005 സെപ്റ്റംബർ മാസത്തിലാണ്. ഡെഡ് ബോഡി കിട്ടിയത് 2006 മാർച്ച് മാസത്തിലാണ്. ഒരുപക്ഷെ കിട്ടിയ ഡെഡ് ബോഡി സ്മിതയാണെങ്കിൽ ഇതിനിടയിലുള്ള കാലം അവൾ എവിടെയായിരുന്നു? ഇതിനാരുടെ പക്കലും ഉത്തരമില്ല. കണ്ടെത്തിയ മൃതദേഹം സ്മിതയുടേതാണെങ്കിൽ അവൾ ഏകദേശം 6-7 മാസത്തോളം ജീവിച്ചിരിപ്പുണ്ടായിരുന്നിരിക്കണം. അവളുടെ മരണം സ്വാഭാവികമായി സംഭവിച്ചത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് അവളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനാകും? ഇങ്ങനെയാണ് ദുബായ് പോലീസ് ഒരു റിപ്പോർട്ട് ഇന്ത്യൻ CBIക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് പോലും CBIക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇപ്പോൾ 2015 ആന്റണി എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 10 വർഷം അയാൾ ബെയിലായിരുന്നു. 2-3 ദിവസം അയാൾ തുടക്കത്തിൽ ജയിലിലായിരുന്നു. പിന്നീട് ഒരു 10 വർഷത്തോളം അയാൾ ബെയിലിലായിരുന്നു. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒരിക്കലും വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പാടില്ല, അന്വേഷണത്തിന് വിളിച്ചാൽ തീർച്ചയായും വരണം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ ജോലി റിസൈൻ ചെയ്തു, കേരളത്തിൽ തന്നെ ജോലി ചെയ്തു. ഇടയ്ക്കിടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അയാൾ CBI, കോടതി ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2024 നവംബർ മാസം എത്തി. സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി പറഞ്ഞു. വിധിയിൽ പറഞ്ഞത് സ്മിത ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുബായിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം സ്മിതയുടേതാണോ എന്നുള്ളത് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സ്മിതയുടെ ഡെഡ് ബോഡി ആണ് എന്ന് തന്നെ കരുതാം. പക്ഷെ അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണമായിരുന്നു. അതും വീട് വിട്ടു പോയ 6-7 മാസം കഴിഞ്ഞാണ് അവൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവയെല്ലാം വച്ച് നോക്കുമ്പോൾ അവളുടെ ഭർത്താവാണ് ഭാര്യയെ കൊന്നത് എന്നതിന് യാതൊരു തെളിവുമില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രശ്നം വരും. ചില സമയം ഭർത്താവ് ഭാര്യയെ അടിക്കാം, അതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആണ്. എന്നാൽ അതിനുവേണ്ടി ഇയാൾ ഭാര്യയെ കൊന്നതൊന്നും ആരും കണ്ടിട്ടില്ല. ഭാര്യയുടെ മൃതദേഹം അയാൾ സംസ്കരിച്ചു എന്നതിനും യാതൊരു തെളിവില്ല. ഈ ഒരു കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃക്സാക്ഷിയായ ദേവയാനി എന്ന സ്ത്രീയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല.
ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ആന്റണിക്കെതിരെ ശക്തമായ ഒരേയൊരു തെളിവ് ആ ഫോർജറി ലെറ്റർ മാത്രമായിരുന്നു. ആ ലെറ്റർ സ്മിത എഴുതിയില്ല, ഇയാളാണ് എഴുതിയതെന്നും പറയുന്നു. അതിനും സുപ്രീം കോടതി ഒരു മറുപടി പറഞ്ഞു. ആ ലെറ്റർ കണ്ടെത്തിയത് 2005 മാർച്ച് മാസത്തിലാണ്. പിന്നീട് ആ ലെറ്റർ പല കൈകളിലേക്ക് മാറി മാറി കേരള പോലീസിന്റെ കൈകളിലേക്ക് എത്തി, പിന്നീട് CBIയിലേക്ക് മാറി. ഒരു തെളിവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ വർഷങ്ങളായി കൈമാറി വരുമ്പോൾ ആ തെളിവിലുള്ള എല്ലാ വിശ്വാസ്യതയും നശിക്കാൻ കാരണമായി മാറും. ഒരു പക്ഷേ ആര് വേണമെങ്കിലും ആ കൈയക്ഷരം മാറ്റി എഴുതിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ടെത്തിയ ഒരു തെളിവ് പലരുടെയും കൈകളിലൂടെ വർഷങ്ങളായി കടന്നുപോയതിനാൽ ഒരു പക്ഷേ ഈ ഒരു തെളിവ് വ്യാജമായി മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആന്റണി ഫോർജറി ചെയ്തു എന്നുള്ളത് കോടതിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. അതേസമയം CBI ആന്റണി എന്ന വ്യക്തിയെ വിവിധതരം അന്വേഷണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. നുണ പരിശോധന, ബ്രെയിൻ മാപ്പിംഗ്, വോയിസ് ടെസ്റ്റ് എന്നിവയെല്ലാം നടത്തി. ഇവയിലൊന്നും അയാൾ കള്ളം പറഞ്ഞു എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. മൊത്തത്തിൽ എല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ്. ഭാര്യ എവിടെ പോയിന്നറിയില്ല, ഭർത്താവ് അവളെ കൊന്നു എന്നുള്ളതിന് തെളിവില്ല, വ്യാജ കത്തും തെളിവായി എടുക്കാൻ കഴിയില്ല. അതിനാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അദ്ദേഹത്തെ കുറ്റവാളിയെ വിധിക്കാൻ കഴിയില്ല. അങ്ങനെ കോടതി ആന്റണി എന്ന വ്യക്തിയെ നിരപരാധിയായി കണക്കാക്കി 2024 അയാളെ കുറ്റവിമുക്തനാക്കി. ഇപ്പൊ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം ഇപ്പൊ ഏകദേശം ഓക്കെയായി. ഇനി ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ അയാൾക്ക് ഇനി അമേരിക്കയിലേക്ക് ജോലിക്ക് പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെ ശരിക്കും നഷ്ടം സംഭവിച്ചത് സ്മിതയുടെ അച്ഛനും അമ്മയ്ക്കുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടു കൂടി ഒരു മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ദുബായിലേക്ക് പോയി അടുത്ത 2 ദിവസത്തിൽ മകളെ കാണാതായി. ഭർത്താവ് അവളെ കൊന്നുവെന്ന് മനസ്സിലായി. പക്ഷേ അവസാനം വരെയും മകൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അവളെ കൊന്നതാണെങ്കിൽ അത് ആര് കൊന്നിട്ടുണ്ടാകും? അതിന് പോലും തെളിവ് അച്ഛനും അമ്മയ്ക്കും ലഭിച്ചില്ല. ഇനി എന്ത് വിശ്വാസത്തിലാണ് അവർ ജീവിക്കേണ്ടത്? ഏതെങ്കിലും ഒരു ദിവസം കാണാതെ തങ്ങളുടെ മകൾ സ്മിത തങ്ങളെ തേടി വീട്ടിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇവൾ കാണാതായ ആ ഒരു സമയം ഇന്ത്യയിൽ സെൽഫോൺ നെറ്റ്വർക്ക് അങ്ങനെ വലിയ സാങ്കേതിക വിദ്യയൊന്നുമില്ല. അവൾക്ക് കൊച്ചിയിലുള്ള തൻ്റെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ മകൾ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ മാതാപിതാക്കളെ ബന്ധപ്പെടാനുള്ള ഏക മാർഗം ആ ലാൻഡ് ലൈൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ 20 വർഷത്തിന് ശേഷം സാങ്കേതിക വിദ്യ പുരോഗതിയിൽ എത്തിയിട്ട് കൂടിയും ആ അമ്മയും അച്ഛനും പുതിയ മൊബൈൽ ഫോൺസ് ഒക്കെ വാങ്ങിയിട്ട് കൂടിയും ഇപ്പോഴും അവരുടെ വീട്ടിലെ ലാൻഡ് ലൈൻ കണക്ഷൻ വിച്ഛേദിച്ചിട്ടേ ഇല്ല. ഏതെങ്കിലും ഒരു ദിവസം ആ ലാൻഡ് ലൈൻ റിങ് ചെയ്യുമെന്നും തങ്ങളുടെ മകൾ ഫോണിൽ തങ്ങളോടൊപ്പം സംസാരിക്കുമെന്നും ആ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നു. അവരിന്നും കാത്തിരിക്കുകയാണ്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിഹരിക്കപ്പെടാത്ത കേസ് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു കേസിന്റെ ഇങ്ങനെ ഒരു എൻഡിങ് തീർച്ചയായും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം കൊണ്ടുവരും. നമ്മൾ നിരവധി ക്രൈം കേസുകൾ ഡീകോഡ് ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ എങ്ങനെ എവിഡൻസ് പ്രോസസ്സ് ചെയ്യും, എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു കേസിനെ ഡീകോഡ് ചെയ്യാം. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെയും പോലീസ് കണ്ടെത്തിയത് ഉപയോഗിച്ച് ശരിക്കും സ്മിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യം സ്മിതയുടെ ഈ കേസിനെ സംബന്ധിച്ച് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ. സ്മിത ജീവനോടെ ഉണ്ട് എന്ന് തന്നെ ചിന്തിക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവൾ കത്തിൽ എഴുതിയതുപോലെ കാമുകനുമായി ഒളിച്ചോടിയിട്ടുണ്ടാകും. ദുബായിൽ വെച്ച് തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ കാമുകനോടൊപ്പം അവൾ ജീവിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതിന് ശരിക്കും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ 99.99% സാധ്യത ഇല്ല എന്നാണ്. സ്മിതയെ സംബന്ധിച്ചിടത്തോളം അവൾ കേരളത്തിലാണ് ജനിച്ചു വളർന്നത്, പഠിച്ചത്. ഒരുപക്ഷെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലോക്കലായി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവളുടേത് ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോഴും അവൾ ആരെയും പ്രണയിച്ചിട്ടില്ല എന്നാണ് മാതാപിതാക്കളോട് പറഞ്ഞത്. ദുബായിലേക്ക് ചെന്ന് അടുത്ത 2 ദിവസത്തിൽ തന്നെ മറ്റൊരു കാമുകനോടൊപ്പം അവൾ ഒളിച്ചോടി എന്ന രീതിയിൽ കത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിൽ എങ്ങനെയാണ് ദുബായിൽ വെച്ചൊരു പ്രണയം വന്നത്? അല്ലെങ്കിൽ അവൾ കേരളത്തിൽ വെച്ച് പ്രണയിച്ച ഒരാളെ ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഒളിച്ചോടിയതാണോ? അങ്ങനെ എന്തിനു ഒളിച്ചോടണം? കേരളത്തിൽ വെച്ച് തന്നെ ഒരാളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ഭർത്താവ് ദുബായിലാണല്ലോ. വളരെ എളുപ്പത്തിൽ അവൾക്ക് നാട്ടിൽ വെച്ച് തന്നെ ഒളിച്ചോടാമായിരുന്നല്ലോ. എന്തിന് ദുബായിലേക്ക് ചെന്ന് ഒളിച്ചോടണം? അപ്പൊ ശരിക്കും അവൾ ദുബായിൽ ഭർത്താവുമായി നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു പോയതാണ്. അടുത്ത 2 ദിവസത്തിൽ അവിടെ ഒരു കാമുകനുമായി ഒളിച്ചോടി എന്നത് ശരിക്കും വിശ്വസിക്കാനേ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ആ ലെറ്റർ അത് അവൾ എഴുതിയിരിക്കാൻ സാധ്യതയില്ല. അവൾ കാമുകനുമായി ഒളിച്ചോടാനും സാധ്യതയില്ല. അവൾക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടാകാനും സാധ്യതയില്ല. അങ്ങനെ അഫെയർ ഉണ്ടെങ്കിൽ പോലും അവൾ കേരളത്തിൽ വെച്ച് ഒളിച്ചോടേണ്ടതായിരുന്നു. ദുബായിൽ ചെന്ന് ഒളിച്ചോടി എന്നത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ തീർച്ചയായും സ്മിത ജീവനോടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്ത വശത്ത് സ്മിത ജീവനോടില്ല എന്ന് തന്നെ ചിന്തിക്കാം. ജീവനോടില്ലെങ്കിൽ 2 ഓപ്ഷനാണ്.
ഒന്നാമത്തേത് അവളെ കൊന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം. ഇനി ആത്മഹത്യയുടെ കാര്യം എടുത്തു നോക്കിയാൽ അതിന് യാതൊരു റീസണും ഇല്ല. സന്തോഷമായി ദുബായിലേക്ക് ചെന്ന് ജീവിച്ച് വർഷങ്ങളായി ഭർത്താവുമായി ജീവിച്ച് ഇടയ്ക്കിടെ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആത്മഹത്യയെ ഒരു പോസിബിളായി എടുക്കാം. പക്ഷേ വന്നിറങ്ങിയ 2ാം ദിവസത്തിൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയും? അതിനുള്ള സാധ്യത ഇല്ല. ഇനി ആത്മഹത്യ ചെയ്യണമെന്നുള്ളവർ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോകേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ സാധ്യതയില്ല. തീർച്ചയായും 99% സ്മിത കൊല ചെയ്യപ്പെട്ടിരിക്കാനാണ് സാധ്യത. അതിന്റെ മോട്ടീവും ക്ലിയർ ആണ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ക്ലിയർ ആണ്. ഇനി എന്ത് കാരണത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം? സാധാരണ ഒരു കൊലപാതകം സംഭവിക്കാൻ സ്ട്രോങ് ആയ മോട്ടീവ് ഉണ്ടാകണം. ശരിക്കും ജോൺസൺ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആന്റണിക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്ന കാര്യം പോലും നമ്മൾ ആരും അറിഞ്ഞിരിക്കില്ല. ഇപ്പോ ഭർത്താവിന് ഒരു അഫെയർ ഉണ്ട്, ആ മോട്ടീവ് അവിടെ ക്ലിയർ ആണ്. വേലക്കാരിയും ഭർത്താവും ദിവസങ്ങളോളം ആ പുതിയ വീട്ടിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം ഭാര്യ ഭർത്താവുമായി ജീവിക്കാനായി ദുബായിലേക്ക് വരുമ്പോൾ ഭർത്താവിന് ഇതിനകം തന്നെ മറ്റൊരു ബന്ധമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നു. തീർച്ചയായും ഏതൊരു സ്ത്രീക്കും അത് വലിയ ദേഷ്യത്തിനും സങ്കടത്തിനും കാരണമാകും. തുടർന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാകുന്നു. ഭർത്താവ് ഭാര്യയെ തള്ളിയിടുന്നു. ഭാര്യയ്ക്ക് തലയ്ക്ക് ഗുരുതരമായ ഒരു പരിക്കും സംഭവിച്ചു. ഇതിനുശേഷം ദേവയാനി പുറത്തു പോയി എന്നും പിന്നീട് അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവൾക്ക് അറിയില്ല എന്നുമാണ് അവൾ പറഞ്ഞത്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് കള്ളം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് സംഭവിച്ചിരിക്കാം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ദേവയാനി ഉള്ളപ്പോൾ തന്നെ വഴക്കുണ്ടാകുന്നു, തള്ളിവിട്ടു, പരിക്കേറ്റു, അതിലവൾ മരിച്ചിട്ടുമുണ്ടാകാം. ആ സമയം സ്മിതയുടെ ഡെഡ് ബോഡി ആന്റണിയും അവന്റെ കാമുകിയായ ദേവയാനിയും ചേർന്ന് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാകാം. ഇത് തെളിയിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സംഭവം നടന്നത് എന്നാണോ അന്ന് തന്നെയാണ് ഈ ലെറ്റർ അയാൾ എഴുതിയത്, ഭാര്യ മിസ്സായി എന്ന്. എന്നാൽ അത് സ്മിത എഴുതിയ ലെറ്റർ അല്ല എന്ന് ഇന്ത്യൻ ഫോറൻസിക് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും സ്മിത ലെറ്റർ എഴുതിയില്ല, എഴുതിയത് ഭർത്താവായ ആന്റണിയാണ്. അപ്പൊ അവിടെ സിമ്പിൾ ലോജിക്കാണുള്ളത്. ഭാര്യ ഇനി ഒരിക്കലും വരില്ല എന്നുള്ളത് ഭർത്താവിന് നന്നായി അറിയാം. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഭാര്യ എഴുതിയതുപോലൊരു വ്യാജ ലെറ്റർ എഴുതിയത്. ഭാര്യ ഇനി വരില്ല എന്ന് ഭർത്താവിന് അത്ര ഉറപ്പാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഭാര്യ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊലപാതകം ആന്റണി കാമുകിയായ ദേവയാനിയും ചേർന്നാണ് ചെയ്തതും അത് ഒളിപ്പിച്ചതും. ഇതിനാണ് ഒരുപാട് സാധ്യതയുള്ളത്. ഒരുപക്ഷെ ഈ ഒരു തിയറി കള്ളമാണെന്ന് തന്നെ വയ്ക്കാം. ഈ ദേവയാനിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെങ്കിൽ അവൾ CBIയോട് സംസാരിക്കുമ്പോൾ എന്തിന് അത്രത്തോളം പരിഭ്രാന്തി അനുഭവിക്കണം? അവൾ എന്തിന് ആത്മഹത്യ ചെയ്യണം? ഒരു പക്ഷേ ഏതോ ഒരു സത്യം പുറം ലോകം ഇനി അറിയാൻ പോവുകയാണ്. തന്നെ കൊണ്ടത് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യാം. പക്ഷേ ഇതിനകം അവൾക്കും ആന്റണിക്കും ബന്ധമുണ്ടെന്ന കാര്യം തന്നെ ഇപ്പോൾ പറഞ്ഞു, അതെല്ലാവരും അറിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി എന്ത് സത്യമാണ് പുറത്തേക്ക് വരാനുള്ളത്? അപ്പോൾ തീർച്ചയായും അത് ഈ സ്മിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സത്യമാണ്. അവളുടെ മരണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യം നാളെ CBI കണ്ടെത്തുകയാണെങ്കിൽ താൻ ഇനി ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കേണ്ട സാഹചര്യം വരും. ആ ഭയത്തിൽ ഒരു പക്ഷെ അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ദേവയാനിക്ക് സ്മിതയുടെ മരണത്തെക്കുറിച്ച് തീർച്ചയായും എന്തോ ഒരു കാര്യം അറിയാം. പക്ഷെ ഇവിടെ ഈ ഒരു കേസിൽ കൊലപാതകം ചെയ്ത കുറ്റവാളിക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. 2006 ഒരു ഡെഡ് ബോഡി ദുബായ് പോലീസ് കണ്ടെത്തി. ആ ഡെഡ് ബോഡി സ്മിതയുടേതാണെന്നൊരു കൺഫ്യൂഷൻ വന്നു. ഇതാണ് ഈ കുറ്റവാളികൾക്ക് അനുകൂലമായി മാറിയത്. അത് സ്മിതയുടെ ഡെഡ് ബോഡി അല്ല, DNA ടെസ്റ്റിലൂടെ തെളിഞ്ഞതുമാണ്. പോരാത്തതിന് അതൊരു സ്വാഭാവിക മരണമായിരുന്നു. പിന്നീട് ഈ ഡെഡ് ബോഡി അടിസ്ഥാനമാക്കിയായിരുന്നു ദുബായ് പോലീസും ഇന്ത്യൻ പോലീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നത്. കോടതിയും ഈ ഡെഡ് ബോഡി ഒരു റീസണായി കാണിച്ചാണ് ഈ ആന്റണിയെ റിലീസ് ചെയ്തത്. അപ്പോൾ യാദൃശികമായി ലഭിച്ച മറ്റൊരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഈ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പം സൃഷ്ടിക്കുകയും അത് കുറ്റവാളികൾക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി അറിയാം അവർ സ്മിതയെ എവിടെയാണ് ഡിസ്പോസ് ചെയ്തത്. ആ ഡെഡ് ബോഡി ഇതുവരെയും പോലീസ് കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇതിനകം ഒരു ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തിയ ഈ ഡെഡ് ബോഡി സ്മിതയുടേതല്ല എന്ന് കുറ്റവാളികൾക്ക് അപ്പോൾ 100% ഉറപ്പുമാണ്. ഇതുപോലെ കുറ്റവാളികൾക്ക് അനുകൂലമായ മറ്റൊരു കാര്യം ഈ വ്യാജ ലെറ്റർ വളരെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു. ആ തെളിവിലൂടെ തന്നെ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കോടതികൾ ചിന്തിക്കുന്നത് പല കൈകളിലേക്ക് അത് മാറി മാറി വരുമ്പോൾ ആ തെളിവ് പിന്നെ നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു തെളിവായി കോടതി സ്വീകരിച്ചതുമില്ല. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു തെളിവും അവിടെ ഇല്ലാതായി. മൊത്തത്തിൽ 3 കാര്യം സംഭവിച്ചു. ഈ 3 കാര്യവും ഈ കുറ്റവാളികൾക്ക് അനുകൂലമായി തന്നെ മാറി. ഒന്നാമത്തേത് ലെറ്റർ, രണ്ടാമത്തേത് യാദൃശികമായി ലഭിച്ച ഏതോ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി, മൂന്നാമത്തേത് പ്രധാനപ്പെട്ട സാക്ഷിയായ തെളിവായ ഈ ദേവയാനി എന്ന സ്ത്രീയുടെ ആത്മഹത്യ. ഇവിടെ മറ്റൊരു സംശയം വരുന്നത് ശരിക്കും അവൾ ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ അവൾ വഴി സത്യം പുറത്തു വരും എന്ന് ഭയന്ന് ആരെങ്കിലും അവളെ കൊന്നതാണോ എന്ന് പോലും അറിയില്ല. ഈ 3 കാര്യമാണ് ഈ ഒരു കേസിൽ ബന്ധപ്പെട്ട കുറ്റവാളിയെ കോടതി കുറ്റവിമുക്തനാക്കാൻ ഇടയാക്കിയത്.
മൊത്തത്തിൽ ഈ തെളിവുകൾ, ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ സ്മിതയുടെ ഭർത്താവായ ആന്റണി എന്ന വ്യക്തി ഈ കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവസാനം വരെയും ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി കണ്ടെത്താൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. ഇതെല്ലാം ലഭിച്ച തെളിവുകൾ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു തിയറി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് സ്മിത ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനി അവൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ ആര് കൊന്നിട്ടുണ്ടാകും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഈ ഒരു കേസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത ഏത് കേസിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും കമന്റിൽ പറയുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.